ശരിക്കും ഹണിയുടെ നല്ലൊരു മീൻ ഇപ്പം പ്രത്യേകിച്ച് ഓണം ആഘോഷിച്ചിട്ടില്ല, വിഷു ആഘോഷിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ സ്റ്റിൽ നമ്മുടെ മെമ്മറിയിൽ എന്തെങ്കിലും ഒരു ഗുഡ് മൂമെന്റ്സ് കാണും. ഉണ്ട്. ആഘോഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ മൂവീസ് നടക്കുന്ന സമയത്ത് സെറ്റിൽ ആഘോഷിച്ച ഓർമ്മകളുണ്ട്. അല്ലാതെ സ്കൂളിൽ ഓണത്തിന് മുമ്പ് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, ഇങ്ങനെ അത്തപ്പൂക്കളം ഇട്ട്. അന്ന് ഞാനും അതിന്റെ ഒരു ഭാഗമായിരുന്നു. ഞാനത് എനിക്ക് വരയ്ക്കുന്നൊക്കെ ആ സമയത്ത് കുറച്ച് ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന് സെക്കൻഡ് പ്രൈസോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴും ഓർമ്മയുള്ള നിൽക്കുന്ന കാര്യങ്ങൾ. വരയ്ക്കും എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല. കഴിവ് ഏകദേശം അവിടെ കൊണ്ട് തന്നെ അവസാനിച്ചു. അപ്പൊ ആദ്യം അതിന് അടി കൊടുക്കണം, സത്യം. അപ്പം ഓക്കെ, നമ്മൾ ഈ തിരക്കും ബഹളങ്ങളും ഒക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോ ചിലർ പറയും, ഇപ്പൊ ലക്ഷ്മി ഗോപാൽസ്വാമി ചേച്ചിയോട് ചോദിച്ചാൽ പറയും, ചേച്ചി റിലാക്സ് ചെയ്യാൻ ബോട്ടി വിടൂ. അപ്പൊ ചേച്ചി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യും. അപ്പം ഹണിക്ക് എങ്ങനെയാണ് അത്? ഞാൻ മൂവീസ് കാണും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്. അങ്ങനെയൊന്നും ഇല്ല, എല്ലാ നമ്മൾ ഇപ്പൊ OTT പ്ലാറ്റ്ഫോംസ് അവൈലബിൾ, അപ്പൊ അതിൽ വരുന്നതെല്ലാം ഇരുന്ന് കാണും. പിന്നെ എനിക്ക് ചെടികളുണ്ട്, അത് ഭയങ്കര ഞങ്ങളെ കുറച്ച് റീൽ അത് കണ്ടു. സത്യം, ഓൾമോസ്റ്റ് എല്ലാ ചെടിയുണ്ട്, ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ. അത് ആരുടെയാണ് ആ ഒരു ഐഡിയ? അച്ഛൻ? അല്ല ഇല്ല, അയ്യോ, അച്ഛൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. അച്ഛന്റെ അടുത്തൊരു ഭയങ്കര രസമുള്ള നഴ്സറി ചെന്ന് കഴിഞ്ഞാൽ ഏതാ ഭംഗിന്ന് ചോദിച്ചാൽ മറ്റേ നമ്മുടെ ഈ കള്ളിമുൾ ചെടിയോ അങ്ങനെ റേർ ഫ്രൂട്ട്സ് ഒക്കെ ഹണിയുടെ വീട്ടിലുണ്ട്. അതിങ്ങനെ റീൽസിലൊക്കെ അത് പറിക്കുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ അപ്പമാർക്കായി ഇങ്ങനത്തെ ക്രേസ്, അല്ല അമ്മമാർക്കായി ഇങ്ങനത്തെ ക്രേസ് ഒക്കെ വരുന്നത്. അതിനകത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. കണ്ടോ എന്റെ നല്ല ഫ്രൂട്ട് കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് എനിക്ക് തന്നെയാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണ് പോലെ. ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഓരോ അത് എനിക്ക് ഭയങ്കര എന്താ പറയാ, അതിലിങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഈ പ്ലാന്റ്സിനും ചെടിയും ഒക്കെ ആയിട്ട്. അപ്പൊ കൊണ്ടുപോയി വെക്കും. എന്തെങ്കിലും ഒരു ക്ഷീണോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര വിഷമാണ്. ഇതൊന്നും നമ്മൾ നട്ടാലും ചിലതെല്ലാം ഉണ്ടാവും, ചിലതുണ്ടാവണം എന്നില്ല, ചിലത് നമ്മുടെ ക്ലൈമറ്റിന് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇപ്പൊ അത് കുറച്ച് ഓക്കെ ആയി. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് നല്ലതല്ലേ, നമ്മളൊരു കഷ്ടപ്പെട്ട ഒരു ഫലം കിട്ടുമ്പോഴത്തേക്ക് അതിനോടൊരു സന്തോഷവും ഒരു മനസ്സുകൊണ്ടൊരു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയുള്ള എന്റെ മെമ്മറീസ്, ഞാൻ ഇപ്പൊ ഏറ്റവും നല്ല ഓർമ്മകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എനിക്കൊരു പൂ ആരെങ്കിലും പറിച്ചു തന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെടി ഗിഫ്റ്റ് ചെയ്തതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഞാനല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പോകുന്ന വഴിക്കൊക്കെ പറമ്പിലൊക്കെ എന്തെങ്കിലും ചെടികൾ നിൽക്കുന്നുണ്ടോ. ഈ നഴ്സറിയിലൊക്കെ നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഈ പറമ്പിലും കാട്ടിലും ഒക്കെ നിന്ന് എടുത്തിട്ട് വരുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ അതിന് വലിയ 500 രൂപ 1000 രൂപ എന്നൊക്കെ ഉള്ള വിലയിലേക്ക് അത് വരും. അപ്പൊ എങ്ങനെ ഫിലിമിലേക്ക് വന്നു ഇത്രയും ഈ ഒരു ചെടി ഇഷ്ടം? ഫിലിമിലേക്ക് വന്നത് ഞാൻ ഒരു 7th പഠിക്കുന്ന സമയത്ത്. ഞങ്ങളുടെ നാട് തൊടുപുഴ മൂലമറ്റം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒത്തിരി ലക്കി ലൊക്കേഷൻ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വിനയൻ സാറിന്റെ ഒരു മൂവിയുടെ ഷൂട്ട് വന്നു, മീരയുടെ ദുഃഖം മുത്തുവിന്റെ സ്വപ്നവും. അങ്ങനെ അദ്ദേഹത്തെ അത് ഞങ്ങളുടെ അവിടെ ഞങ്ങൾക്കൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്ത് ചേച്ചിയുടെ വീട്ടിലാണ് എന്റെ ഷൂട്ട്. അപ്പൊ അവിടെ കാണാൻ പോയി. അങ്ങനെ അവർക്ക് ആരൊക്കെയോ ഈ കുട്ടി കുഴപ്പമില്ല അഭിനയിക്കുക അങ്ങനെ ആരോ ഒന്ന് ചോദിച്ചു. അപ്പൊ അവിടെ നാട്ടിൻപുറം ആകുമ്പോഴത്തേക്കും ഇതൊക്കെ പെട്ടെന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് അവിടെ സ്പ്രെഡ് ആവും. ഹണിയുടെ അടുത്ത് ചോദിച്ചു, അല്ല സിനിമയിലെടുത്തു, അഭിനയിച്ചും കഴിഞ്ഞു. അങ്ങനെയാണ്. അങ്ങനെ എന്തോ ഒരു സാധനം മനസ്സിൽ കയറിയതാണ്. അത് കഴിഞ്ഞ് വിനയൻ സാറിന്റെ ഷൂട്ടിന്, അദ്ദേഹത്തിന്റെ മൂവിയുടെ ഷൂട്ടിന് പോയി കണ്ടു. സാറിന്റെ അടുത്ത് സംസാരിച്ചു, ഇങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ആ സമയത്ത് സാറിന്റെ അടുത്ത് ആ സാറിന്റെ ക്രൂ മെമ്പറിൽ ഒരാൾ വന്ന് ചുമ്മാ അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത്? അതെ, അത് ഞാൻ ചെറുതാണല്ലോ, എനിക്കിപ്പോ ഇവരാരാ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മുടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിലാണ് ഇതിന്റെ ഷൂട്ട്. അപ്പൊ അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ആണ്, ഇവരുമായിട്ട് നല്ല കണക്ഷൻ ആണ്. അങ്ങനെ ഒരു സ്പാർക്കാണ്. നെക്സ്റ്റ് ഹണിയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ഞാനാണ് സാറിനെ പോയി മീറ്റ് ചെയ്തു. സാറിനെ ഇങ്ങനെ കാണാന്ന് പറഞ്ഞു. എപ്പോഴും എനിക്ക് ബ്രേക്ക് ടൈമിൽ എപ്പോഴും അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. സാർ പറഞ്ഞു ലൊക്കേഷനിൽ തന്നെ. ഇപ്പം ചാൻസ് മിസ് ചെയ്തില്ല. ഇല്ല ചെറിയ ആളല്ലേ, ഒരു +2 ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10th പഠിക്കുമ്പോൾ വീണ്ടും കുറച്ച് ഫോട്ടോസ് എടുത്ത് അച്ഛൻ സാറിന്റെ അടുത്ത് ചെന്നു, അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മൂവിയുടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അദ്ദേഹം വരാൻ പറഞ്ഞു, കണ്ടു, ആ മൂവിയിലേക്ക് സെലക്ട് ചെയ്തു.